ആസിഫ് അലിയുടെ ചിത്രങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അവയൊക്കെ ആരാധകരുടെ ആവേശത്തിന് തിരികൊളുത്താറുണ്ട്. ഇതിനു കാരണം ആസിഫ് അഭിനയിക്കാനായി തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളുടെ സവിശേഷതകൾ തന്നെയാകാം. അടുത്ത കാലത്തായുള്ള ആസിഫിന്റെ കരിയർ ഗ്രാഫ് നോക്കിയാൽ ഈ നടൻ നടത്തുന്ന തിരക്കഥാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ കാണാനാകും. തലവൻ, കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം എന്നിങ്ങനെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ ഇറങ്ങിയ വിവിധ സിനിമകൾ നല്ല തിരക്കഥയുടെയും സംവിധാന മികവിന്റെയും ഉദാഹരണങ്ങളായിരുന്നു. ഈ ചിത്രങ്ങളിൽ ആസിഫ് അലി കാസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഏറെ അഭിനയ പ്രാധാന്യമുള്ള ഈ വേഷങ്ങൾ ഉയർത്തിയ വെല്ലുവിളികൾ സമചിത്തതയോടെ ഏറ്റവും പ്രൊഫഷണലായി ചെയ്തുവയ്ക്കാൻ ആസിഫ് അലിക്ക് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ആസിഫ് അലി ഇതിനകം മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ സ്വന്തമായൊരു കസേര വലിച്ചിട്ട് അതിൽ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. തന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെ സ്വന്തമായൊരു പാത വെട്ടിത്തുറക്കാനും ഈ നടന് കഴിഞ്ഞു എന്നത് ആരാധകർ മാത്രമല്ല, മലയാള സിനിമയുടെ പ്രേക്ഷകർ ഒന്നടങ്കം സമ്മതിക്കുന്ന കാര്യമാണ്. ഇപ്പോഴിതാ വീണ്ടും ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ആസിഫ് അലിയിലെ നടൻ. ജി പ്രജേഷ് സെൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഹൗഡിനി ദി കിങ് ഓഫ് മാജിക് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയതോടെ ഇത് അടിവരയിടുകയാണ് ആസിഫ്. ക്യാപ്റ്റൻ, വെള്ളം, മേരി ആവാ സുനോ, ദി സീക്രട്ട് ഓഫ് വിമൻ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം പ്രജേഷ് സെൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം മാജിക്കിന് പ്രാധാന്യം നൽകിയാണ് ഒരുക്കുന്നത്. ബ്ലൂ ഹിൽ നൈലിന്റെ ബാനറിൽ ജോബി പി സാം ആണ് ചിത്രം നിർമ്മിക്കുന്നത്. പ്രജേഷ് സെൻ മൂവി ക്ലബാണ് കോ പ്രൊഡ്യൂസർ. അബ്ബാസ്, സിറാജ്, ഷംസീർ ഹംസ എന്നിവർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരാണ്. ബിജിബാലാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ നൌഷാദ് ഷെരീഫ് ആണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് ബിജിത് ബാലയും ഒരുക്കുന്നു. ഗുരു സോമസുന്ദരം, പ്രശാന്ത് അലക്സാണ്ടർ, ക്രിസ് വേണുഗോപാൽ, ഡോക്ടർ അമർ രാമചന്ദ്രൻ, ദേവി നായർ, വിവിയ ശ്യാം, ഗീതി സംഗീത, ഡോക്ടർ പ്രസീത, ടിങ്കിൾ ജോബി, അഞ്ജു എബ്രഹാം, ശ്രീറാം, അതീഷ് ദാമോദരൻ, ഡോക്ടർ ഷിനു, ജോഹൻ സാം ജോബി, മാസ്റ്റർ വൈഭവ് സുരേഷ്, ജിതേന്ദ്രൻ, സുചിത്ര, സന്ധ്യ രമേശ്, സാക്കിർ മനോളി, ജിജിന, അമര പല്ലവി, മനോജ് മാത്രാടൻ തുടങ്ങി നിരവധി പേർ ചിത്രത്തിന്റെ ഭാഗമാകുന്നു.